മഹിതയിൽ ഉരുവായവനെ, ശൂലത്താൽ മൃതനായവനെ, ദുഃഖിതരൂഴിയിലാശ്രയമേ പ്രാർത്ഥിക്കണമേ നിങ്ങൾക്കായി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 3 ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ച് ഏറെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ദിനം. ഭാരതത്തിന്റെ പ്രഥമ അപ്പസ്തോലനായ തോമാസ് ലീഹായുടെ ഓർമ്മ ദിനം അഥവാ ദുഃഖ്രാന തിരുനാൾ. ഓരോ ക്രൈസ്തവനെയും അഥവാ ഭാരത മക്കളെയും സംബന്ധിച്ച്, ഒരുപക്ഷെ കേരള സഭയും സംബന്ധിച്ച് ഏറ്റവും അധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ തോമാസ് ലീഹായെ നാം ആദ്യമായി കണ്ടുമുട്ടുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് സ്വന്തം ധീരത വെളിവാക്കുന്ന തോമാസ് ലീഹായെ വർണ്ണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ഗവേഷകന്റെ ചിന്തയോടെ സ്വന്തം ധീരത വെളിവാക്കുന്ന തോമാസ് ലീഹായെ വർണ്ണിച്ചിട്ടുണ്ട്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന മഹത്തായ വിശ്വാസഭാഷ്യം ലോകത്തിന് സമ്മാനിച്ച തോമാസ് ലീഹായെ പറ്റി ഏതാനും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. അതെ, യേശുവിന് മുറിവിൽ തൊട്ടറിഞ്ഞ് അത് സ്പർശിച്ച് ഈശോയിൽ ആഴമായി വിശ്വസിച്ച ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആൾരൂപം. ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ തോമസ്, ഗലീലയിൽ ജനിച്ച് തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ മരിച്ച ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആൾരൂപം. ക്രൈസ്തവ വിശ്വാസം ഇന്ന് ഏറെ തുലനം ചെയ്യപ്പെടുന്ന, ഏറെ ആടിയുലയുന്ന ഈ സാഹചര്യത്തിലും ഇന്ന് ഈ സമകാലിക ജീവിതത്തിലും തോമാസ് ലീഹ നമുക്ക് വലിയൊരു മാതൃക തന്നെയാണ്. വിശ്വാസവും സംശയവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് തോമാസ് ലീഹ സ്വന്തം ജീവിതത്തിലൂടെ വ്യക്തമാക്കുന്നു. യേശുവിന്റെ ശുശ്രൂഷയിൽ ജാഗ്രതയോടെയും വ്യഗ്രതയോടെയും ഊർജ്ജസ്വലതയോടെയും മുന്നേറിയ ഉത്തമനായ ക്രിസ്തു ശിഷ്യൻ. അതെ, ക്രൈസ്തവ ശിഷ്യത്വത്തിന്റെ ഏറ്റവും മികച്ച ആൾരൂപം. സംശയങ്ങളുടെ ശരിയായ ദൂരീകരണത്തിലൂടെ മാത്രമേ ഒരുവന് ആഴമേറെ വിശ്വാസിയാകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് തോമാസ് ലീഹായുടെ ജീവിതം തന്നെ നമുക്ക് മാതൃക നൽകുന്നു. അതെ, ഒരിക്കലും വിശ്വാസത്തെ സംശയിക്കുന്നത് തെറ്റല്ല എന്ന് അറിവുള്ളവരിൽ നിന്ന് ആ സംശയം ദൂരീകരിക്കുമ്പോൾ ആഴമേറെ വിശ്വാസിയാകുവാൻ ഏവർക്കും സാധിക്കും. ഇത് തന്നെയാണ് തോമാസ് ലീഹായുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ സന്ദേശം. യേശുവിന്റെ മുറിവിൽ സംശയിച്ച് വിശ്വസിച്ച് നിൽക്കുന്ന തോമാസ് ലീഹായുടെ ചിത്രം സുവിശേഷങ്ങളിൽ അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. അതെ, ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒരു ജീവിതം തന്നെയാണ് തോമാസ് ലീഹായുടേത്. ജൂലൈ 3-ാം തീയതി നമ്മുടെ കേരള സഭ സീറോ മലബാർ സഭാ ദിനമായി ആചരിക്കുന്നതിന് ഒരു ദശകത്തിൽ ഏറെയായി. എന്നാൽ ഇന്നും ആ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടില്ല. അത് നമ്മുടെ അടുത്ത തലമുറയുടെ രൂപീകരണത്തെ വരെ ബാധിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ദുഃഖ്രാന തിരുനാൾ എല്ലായ്പ്പോഴും ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയാണ് സീറോ മലബാർ സഭ. ദുഃഖ്രാന തിരുനാൾ ആചരണത്തിലൂടെ നമ്മുടെ മാതൃസഭയോടുള്ള സ്നേഹമാണ് നാം വ്യക്തമാക്കുന്നത്. ഈ ദിനാചരണത്തിൽ സഭയുടെയും സമൂഹത്തിന്റെയും സമുദ്ധരണത്തിനായി നമുക്ക് പ്രയത്നിക്കാം. അറിവുള്ളവരിൽ നിന്ന് നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നത് തന്നെയാകട്ടെ ഈ ദിനത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രസക്തി ആർജിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. ഈ വസ്തുത മനസ്സിൽ കണ്ടുകൊണ്ട് ദുഃഖ്രാന തിരുനാളുകളും തോമാസ് ലീഹായുടെ ഓരോ ദുഃഖാചരണങ്ങളും നമുക്ക് കൊണ്ടാടാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്. നാഥനോടൊപ്പം ബലിയാകാൻ ധീരത കാട്ടിയ പുണ്യപിതാ വത്സല ശ്ലീഹാ